വീട്ടിൽ അച്ഛൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ലീവ് കിട്ടിയാൽ ഞാൻ വീട്ടിലേക്ക് ഓടി വരും കേട്ടോ. അച്ഛൻ ഇതാ കൊലായിൽ കാത്തിരിക്കുന്നുണ്ട്. അച്ഛൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട് ഞാൻ വന്നപ്പം അതിലെ പാലെടുത്തിട്ട് അച്ഛൻ നേരെ അടുക്കളയിലേക്ക് വിട്ടു. എനിക്ക് വേഗം ചായ കാച്ചി തരാനുള്ള പോക്കാണ് കേട്ടോ അത്. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ദോശയുണ്ട്, ഞാൻ നിനക്ക് നല്ല ദോശ ഉണ്ടാക്കി തരാം, നീ വേഗം പോയി കുളിച്ചിട്ട് വാന്ന്. അങ്ങനെ ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും അച്ഛൻ നല്ല ചൂട് ദോശ ഉണ്ടാക്കി കേട്ടോ. എവിടുന്ന് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നമ്മുടെ വീട്ടുകാരെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഫുഡിൻ്റെ അത്ര ടേസ്റ്റൊന്നും എവിടുന്ന് നമുക്ക് കിട്ടില്ല. ദോശയുടെ കൂടെ അച്ഛൻ നല്ല അടിപൊളി സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് സാമ്പാറും അടവ് വറുത്തതും കാര്യങ്ങളൊക്കെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിക്കുന്നതിന് മുന്നേ അച്ഛൻ രാവിലെ അരച്ച് വെച്ച മാവായ കൊണ്ട് പുളിപ്പ് കൂടിയോ എന്ന് നോക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇനി കുറച്ച് ദിവസം നമ്മളെ വീട്ടിലെ വിശേഷങ്ങളാണ്. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.